നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ 5 ലഞ്ച് റെസിപ്പിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കണേ. ഇന്ന് ടൊമാറ്റോ റൈസാണ്, ഉള്ളില്ലാത്ത റൈസാണ് കേട്ടോ. വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ അരി ഇടാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കണ പോലെ വയ്ക്കുക, അല്ലാത്തവർക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം കേട്ടോ. കുക്കറിൽ വയ്ക്കുമ്പോൾ ഇരട്ടി വെള്ളം ഒഴിക്കുക. ടൊമാറ്റോ റൈസിൽ ഞാൻ ഇടുന്ന പച്ചക്കറി ബീൻസാണ് കേട്ടോ. അത് മറ്റേ പച്ച ബീൻസും ഇടാം, ഇതും ഇടാം, ഏതാച്ചാൽ ഇടാം. ഇതെനിക്ക് ടൊമാറ്റോ റൈസിൽ ഏറ്റവും യോജിച്ചു പോകുന്നൊരു പച്ചക്കറിയാണ് ഇത്. ഈ ബീൻസ് നല്ല നൈസാക്കിയിട്ട് അരിയുക, പൊടി പൊടി പൊടിയായിട്ട് അരിയുക. പിന്നെ ടൊമാറ്റോയും മുളകും മല്ലിയിലയും ഇഞ്ചിയും ജീരകവും ഒക്കെ എൻ്റെ ടൊമാറ്റോ റൈസിലെ കൂട്ടുകളാണ്. ഇതിലിപ്പോൾ ഞാൻ ആ 3 ഗ്ലാസ് റൈസിലേക്ക് 3 വലിയ തക്കാളി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരി വെന്തു. ഞാൻ ഇതിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഉപ്പിടാൻ പോവുകയാണ്. അപ്പോൾ ആ വെള്ളം കൂടി കണക്കാക്കിയിട്ട് ഉപ്പിടണം. അപ്പോൾ ഞാനിത് വറുത്ത് വയ്ക്കാൻ പോവുക കേട്ടോ. നല്ലെണ്ണയാണ്, നല്ലെണ്ണയിലാണ് നമ്മൾ ഇത് വഴറ്റുന്നത് കേട്ടോ. ബീൻസും തക്കാളിയും ഒക്കെ നല്ലെണ്ണയിലാണ് വഴറ്റുക. 1 ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് എത്ര ആളിങ്ങനെ ജീരകം ഇടാറുണ്ടെന്ന് എനിക്കറിയില്ല. ജീരക പൊടി ഇട്ടാലും ടേസ്റ്റാണ്. അപ്പോൾ ജീരകം മൂത്തു, അതിലേക്ക് ബീൻസ് ഇടണം. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് അരി വേവിക്കുമ്പോൾ വേണ്ടവർക്ക് ഇടാൻ കളറിന്, അല്ലെങ്കിൽ തക്കാളി എന്തായാലും വഴറ്റുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ അത് മതി. ബീൻസ് ആയി, റെഡിയായി. അതിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് പച്ചമുളക്, അത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് കൊടുക്കണ്ട. ഇനിയാണ് നമ്മുടെ മെയിൻ താരം. അപ്പോഴേക്കായിരിക്കും ലേശം നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അതായത് തക്കാളിയുടെ മുന്നേ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവ് വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഒരിത്തിരി കുരുമുളക് പൊടി. ഇതും അതെ, കുട്ടികൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ചേർക്കണ്ട. തക്കാളിയായി. അതിൽ ഞാൻ ലേശം കറിവേപ്പില 2 കല്ല് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കണത്. ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. വെള്ളം കൂട്ടണ്ട. പ്രത്യേകിച്ചും ഒരു ദിവസമൊക്കെ ഇരിക്കേണ്ട സാധനമാണെങ്കിൽ എന്തായാലും വെള്ളം കൂട്ടരുത്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമ്മളിതൊരു മിക്സിങ്ങും കൂടി ഒന്ന് പണി കേട്ടോ. ബാക്കിയൊക്കെ കഴിഞ്ഞു. റൈസ് ഇവിടെ റെഡിയാണ്. കുറച്ച് കഞ്ഞി കെട്ടിയും കൊണ്ട് അങ്ങനെ, അതായത് ഇങ്ങനെ ഒലർന്ന് കിടക്കേണ്ടതാണ്, തൊടാതെ കിടക്കരുത്. നമുക്കിപ്പം ഇനി പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുത്തേക്കുമ്പോൾ അതിങ്ങനെ ഡ്രൈ ആവും. ഇതിനോട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല, എന്നാൽ ഓൾമോസ്റ്റ് പേസ്റ്റാണ്. ഇനി അങ്ങനെയാണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചില്ലേ ബീൻസും കറിവേപ്പിലയും മുളകും പച്ചമുളകും. റൈസ് റെഡിയായി. ഏറ്റവും ലാസ്റ്റ് പണി ഒരു നുള്ള് കായപ്പൊടി. അത് എന്തായാലും ഇടണം കേട്ടോ. ബാക്കി എന്തൊക്കെ ഒഴിവാക്കിയാലും കായപ്പൊടി ഒഴിവാക്കരുത്. ഇന്ന് നിസിന് എന്തായാലും കൊടുത്തയക്കും, അത് ഉറപ്പാണ്. നിസ് മര്യാദയ്ക്ക് കഴിച്ചോളണം. സച്ചു മാത്രം റൈസ് കഴിച്ച് മിണ്ടായിരിക്കണ്ട, അല്ലെങ്കിൽ നിസ് പുറത്ത് പോയിട്ട് ബിരിയാണി കഴിക്കും. അത് വേണ്ട. നല്ലോണം വേവിച്ചിട്ടുണ്ട്, എക്സ്ട്രാ ബോയിൽഡാണ്, പ്ലിപ്ലി ആക്കിയാണോ. അപ്പോൾ നാളെ പുതിയ ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട്